ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ T20 പോരാട്ടമുള്ള IPL അതിൻ്റെ 18ാം സീസണിലേക്ക് കടക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം അതിൻ്റെ ആരവങ്ങൾ അടങ്ങുന്നതിന് മുമ്പ് തന്നെ IPL ആവേശവും ക്രിക്കറ്റ് പ്രേമികളിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ IPL 2025 സീസണിൻ്റെ ഷെഡ്യൂൾ ഇപ്പോഴത്തെ ഒഫീഷ്യലായി പുറത്ത് വന്നിരിക്കുകയാണ്. എക്സൈറ്റിംഗ് മത്സരങ്ങളൊക്കെ കൊണ്ട് അടങ്ങിയ ഒരു എക്സൈറ്റിംഗ് സീസൺ തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം IPL 2025 മുമ്പ് മെഗാ ഓപ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. സോ ടീമുകളെല്ലാം മെഗാ ഓപ്ഷനിൽ വാശിയേറിയ പ്രകടനത്തിലൂടെ വമ്പൻ താരങ്ങളെ തന്നെയാണ് തവണ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും. അപ്പോൾ ഒരു എക്സൈറ്റിംഗ് സീസണിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ IPLൻ്റെ ഷെഡ്യൂൾ നമുക്കൊന്ന് പരിശോധിക്കാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. സോ ഉദ്ഘാടന പോരാട്ടം IPL 2025 സീസൺ ഓപ്പണർ മാർച്ച് 22 നിലവിലെ IPL ചാമ്പ്യന്മാരായിട്ടുള്ള KKR RCB നേരിട്ടുകൊണ്ടായിരിക്കും തുടങ്ങാൻ പോകുന്നത്. കൊൽക്കത്തയുടെ ഹോം മത്സരമാണത്. മാർച്ച് 23 രണ്ടാം മത്സരത്തിൽ ഞായറാഴ്ച സൂപ്പർ സൺഡേ ക്ലാഷിൽ ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിൽ 3:30 തുടങ്ങുന്ന ഫസ്റ്റ് മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. അതിനുശേഷം മാർച്ച് 23 തന്നെ രണ്ടാം മത്സരത്തിൽ ചെന്നൈയിൽ CSK MIയെ നേരിടുന്നതായിരിക്കും. സോ ആദ്യ 3 മത്സരങ്ങളിൽ തന്നെ വാശിയേറിയ പോരാട്ടങ്ങളാണ് ആരാധകർക്ക് കാത്തിരിക്കുന്നത്. അതിനുശേഷം മാർച്ച് 24 വിശാഖപട്ടണത്ത് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. മാർച്ച് 25 അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി കൊമ്പ് കോർക്കും. മാർച്ച് 26 ഗുവാഹട്ടിയിൽ രാജസ്ഥാൻ റോയൽസ് KKRനെ നേരിടും. മാർച്ച് 27 ഹൈദരാബാദിൽ SRH വേഴ്സസ് LSG പോരാട്ടവും മാർച്ച് 28 ചെന്നൈയിൽ CSK വേഴ്സസ് RCB ക്ലാസിക് പോരാട്ടവും നടക്കുന്നതായിരിക്കും. ഇനി മാർച്ച് 29 വരുവാണെങ്കിൽ അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ ആയിരിക്കും നേരിടാൻ പോകുന്നത്. മാർച്ച് 30 വിശാഖപട്ടണത്ത് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായും മാർച്ച് 30 തന്നെ രണ്ടാം മത്സരം സെക്കൻഡ് ക്ലാഷിൽ ഗുവാഹട്ടിയിൽ രാജസ്ഥാൻ റോയൽസ് CSKയുമായും നേരിടും. മാർച്ച് 31 മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ ഹോം മത്സരത്തിൽ കടക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടാണ് മുംബൈ കളിക്കാൻ പോകുന്നത്. ഏപ്രിൽ 1 സോ അതാണ് മാർച്ച് 31 മുംബൈ വേഴ്സസ് KKR പോരാട്ടമാണ് മാർച്ച് മന്തിലെ IPLൻ്റെ അവസാന ഷെഡ്യൂൾ. അതിനുശേഷം ഏപ്രിൽ 1 LSG പഞ്ചാബ് കിങ്സുമായി ലക്നൌവിൽ കളിക്കും. ഏപ്രിൽ 2 RCB ഹോം മത്സരത്തിലേക്ക് കടക്കുകയാണ്. ബംഗളൂരുവിൽ ഗുജറാത്ത് ടൈറ്റൻസിനോടാണ് RCBയുടെ ആദ്യ ഹോം മത്സരം, രണ്ടാമത്തെ ഹോം മത്സരം. അതിനുശേഷം ഏപ്രിൽ 3 കൊൽക്കത്തയിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള KKR സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കഴിഞ്ഞ IPL സീസണിൽ ആ ഒരു ഫൈനൽ വീണ്ടും ഒരു റീക്യാപ്പിലേക്ക് വരാൻ പോകുന്ന പോരാട്ടമാണ്. ഏപ്രിൽ 3 കൊൽക്കത്തയിൽ കഴിഞ്ഞ IPL സീസണിലെ ഫൈനലിസ്റ്റുകളായിട്ടുള്ള KKRും SRHും നേർക്കുനേർ വരും. ഏപ്രിൽ 4 LSG വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടവും ഏപ്രിൽ 5 CSK വേഴ്സസ് DC പോരാട്ടവും ഏപ്രിൽ 5 തന്നെ സെക്കൻഡ് ക്ലാഷിൽ പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഏപ്രിൽ 6 കൊൽക്കത്തയിൽ KKR ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടുമ്പോൾ ഏപ്രിൽ 6 തന്നെ രണ്ടാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് തങ്ങളുടെ ഹോം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഏപ്രിൽ 7 മുംബൈയിൽ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് RCB പോരാട്ടവും ഏപ്രിൽ 8 PBKs വേഴ്സസ് CSK പോരാട്ടവും ഏപ്രിൽ 9 GT രാജസ്ഥാൻ റോയൽസിനെയും ഏപ്രിൽ 10 RCB ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടുന്നതായിരിക്കും. ഏപ്രിൽ 11 ചെന്നൈ തങ്ങളുടെ ഹോം മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള KKRനെ നേരിടും. ഏപ്രിൽ 12 LSG വേഴ്സസ് GT പോരാട്ടവും ഏപ്രിൽ 12 തന്നെ സെക്കൻഡ് ക്ലാഷിൽ SRH പഞ്ചാബ് കിങ്സിനെ നേരിടും. ഏപ്രിൽ 13 RR വേഴ്സസ് RCBയും അതിനുശേഷം അന്ന് തന്നെ സെക്കൻഡ് ക്ലാഷിൽ അതായത് സെക്കൻഡ് മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്നതായിരിക്കും. സോ ഏപ്രിൽ 14 LSG വേഴ്സസ് CSK പോരാട്ടവും ഏപ്രിൽ 15 പഞ്ചാബ് കിങ്സ് വേഴ്സസ് KKR പോരാട്ടവും നടക്കും. ഏപ്രിൽ 16 ഡൽഹി രാജസ്ഥാൻ റോയൽസിനെയും ഏപ്രിൽ 17 മുംബൈ SRHനെ നേരിടും. ഏപ്രിൽ 18 RCB വേഴ്സസ് PBKs പോരാട്ടവും ഏപ്രിൽ 19 2 മത്സരങ്ങളുണ്ട്. ആദ്യ മത്സരത്തിൽ GT DCയെയും രണ്ടാം മത്സരത്തിൽ RR രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെയും നേരിടുന്നതായിരിക്കും. ഏപ്രിൽ 20 2 മത്സരങ്ങളുണ്ട്. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് RCBയുമായും രണ്ടാം മത്സരത്തിൽ മുംബൈ ചെന്നൈയുമായി കളിക്കും. ഏപ്രിൽ 21 KKR ഗുജറാത്തുമായിട്ടും ഏപ്രിൽ 22 LSG ഡൽഹിയുമായിട്ടും കളിക്കും. ഏപ്രിൽ 23 SRH മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഏപ്രിൽ 24 RCB രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നതായിരിക്കും. ഏപ്രിൽ 25 ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് SRH പോരാട്ടവും ഏപ്രിൽ 26 KKR വേഴ്സസ് PBKസും ഏപ്രിൽ 27 2 മത്സരങ്ങളുണ്ട്. ആദ്യ മത്സരത്തിൽ മുംബൈ ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടുമ്പോൾ രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് RCBയുമായി നേരിടും. ഏപ്രിൽ 28 RR വേഴ്സസ് GTയും ഏപ്രിൽ 29 DC വേഴ്സസ് KKR പോരാട്ടവും നടക്കും.
ഏപ്രിൽ 30 CSK പഞ്ചാബ് കിങ്സുമായി കളിക്കുന്നതായിരിക്കും. സോ അതായിരിക്കും ഏപ്രിൽ മന്തിലെ അവസാന IPL ഷെഡ്യൂൾ. ഇനി മെയ് മാസത്തിൽ കിടക്കുകയാണെങ്കിൽ മെയ് ഫസ്റ്റ് പോരാട്ടം മെയ് 1 RR മുംബൈ ഇന്ത്യൻസിനെ നേരിടും. മെയ് 2 GT SRHുമായി കളിക്കും. മെയ് 3 RCB vs CSK. മെയ് 4 2 പോരാട്ടങ്ങളുണ്ട്. ആദ്യ മത്സരത്തിൽ KKR രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മെയ് 4 രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് LSGയുമായി കളിക്കും. മെയ് 5 SRH vs DC. മെയ് 6 മുംബൈ ഇന്ത്യൻസ് vs GT പോരാട്ടവും നടക്കും. മെയ് 7 KKR vs CSK പോരാട്ടവും. മെയ് 8 പഞ്ചാബ്. ഏപ്രിൽ 8 PBKs vs DC പോരാട്ടവും. ഏപ്രിൽ 9 LSG vs RCB. ഏപ്രിൽ 10 SRH vs KKR. ഏപ്രിൽ 11 2 മത്സരങ്ങളുണ്ട്. ആദ്യ മത്സരത്തിൽ PBKs മുംബൈ ഇന്ത്യൻസിനെ നേരിടുമ്പോൾ രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഏപ്രിൽ 12 CSK രാജസ്ഥാൻ റോയൽസിനെയും. ഏപ്രിൽ 13 RCB SRHിനെ നേരിടും. ഏപ്രിൽ 14 GT LSGയുമായും. ഏപ്രിൽ 15 മുംബൈ ഡൽഹി ക്യാപിറ്റൽസുമായും കളിക്കും. ഏപ്രിൽ 16 രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടുമ്പോൾ ഏപ്രിൽ 17 RCB KKRനെ ആയിരിക്കും നേരിടാൻ പോകുന്നത്. ഏപ്രിൽ 18 മെയ് 18 2 മത്സരങ്ങൾ, അതായത് മെയ് 18 ആദ്യ പോരാട്ടത്തിൽ ഗുജറാത്ത് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുമ്പോൾ IPL 2025 അവസാനത്തെ ലീഗ് പോരാട്ടത്തിൽ മെയ് 18 സൂപ്പർ സൺഡേ ക്ലാഷിൽ 7:30 തുടങ്ങുന്ന പോരാട്ടത്തിൽ LSG സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. സോ അതായിരിക്കും IPL 2025 സീസണിൻ്റെ അവസാന ലീഗ് മാച്ച്. മെയ് 18 LSG vs SRH പോരാട്ടം. അതിനുശേഷം എലിമിനേറ്റർ ക്വാളിഫയർ പോരാട്ടങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. മെയ് 20 ഒന്നാം ക്വാളിഫയർ നടക്കാൻ പോകുന്നത്. മെയ് 21 എലിമിനേറ്ററും മെയ് 23 രണ്ടാം ക്വാളിഫയർ നടക്കും. സോ അതിനെല്ലാം ശേഷം IPL 2025 ഗ്രാൻഡ് ഫൈനൽ നടക്കാൻ പോകുന്നത് മെയ് 25 ഒന്നാം ക്വാളിഫയറും അതോടൊപ്പം തന്നെ എലിമിനേറ്റർ പോരാട്ടവും ഹൈദരാബാദിൽ നടക്കുമ്പോൾ രണ്ടാം ക്വാളിഫയറും IPLൻ്റെ കലാശ പോരാട്ടവും കൊൽക്കത്തയിൽ വെച്ചായിരിക്കും, ഈഡൻ ഗാർഡൻസിൽ വെച്ചായിരിക്കും നടക്കാൻ പോകുന്നത്. സോ ഇതാണ് IPL 2025 സീസണിൻ്റെ എക്സൈറ്റിംഗ് ഷെഡ്യൂൾ. ഇനി ഇതിന് പുറമെ ഓരോ ടീമുകളുടെയും ഇൻഡിവിജ്വൽ ഷെഡ്യൂൾ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിക്കുന്നതായിരിക്കും. സോ അതിനൊക്കെ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.